മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ ഉടനെ തന്നെ ഇറാനെ ആക്രമിക്കുകയാണ് ലക്ഷ്യമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വാർത്തകള് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്നത് ഉൾപ്പെടെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇലക്ഷൻ പ്രചരണത്തില് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തില് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇറാന്റെ ആണവ ആയുധ പദ്ധതിയെ പൂർണ്ണമായിട്ട് തകർക്കുക, അതിനുശേഷം മാത്രം മതി ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു ചർച്ചയുമെന്ന് കൃത്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ സമയത്ത് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. എന്നാൽ ജോ ബൈഡൻ സർക്കാർ, അമേരിക്കയിലെ ജോ ബൈഡൻ സർക്കാർ ഇറാനുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയമാണെങ്കിലും നമുക്ക് ചർച്ചയൊക്കെ ചെയ്തിട്ട് തീരുമാനിക്കാം എന്ന രീതിയിലായിരുന്നു ജോ ബൈഡൻ സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രചരണ സമയത്ത് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത്, ആണവ പദ്ധതിയൊക്കെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിനുശേഷം മതി ഏതൊരു തരത്തിലുള്ള ചർച്ചയും എന്നുള്ള നിലപാട് ട്രംപ് ഉയർത്തിപ്പിടിച്ചിരുന്നു. അത് കേവലം ഇലക്ഷൻ പ്രചരണത്തിൽ മാത്രം നടത്തിയിട്ടുള്ളൊരു പ്രഖ്യാപനമല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിട്ട് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇറാന്റെ ആണവ ആയുധ പദ്ധതി തകർക്കുകയാണ് എന്നുള്ളത് കൃത്യമായിട്ടിപ്പോ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നു. ഈ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ട്രംപ് സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട്, ട്രംപിന്റെ ടീമുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ ആയുധ പദ്ധതി പൂർണ്ണമായിട്ട് തകർക്കുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടും വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് കൃത്യമായിട്ട് ഇറാന്റെ ആണവ ആയുധ പദ്ധതിയെ തകർക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ഇലക്ഷൻ പ്രചരണത്തില് തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല, ഞാൻ നടത്താൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇലക്ഷൻ പ്രചരണത്തിലുടനീളം ഞാൻ വിളിച്ചു പറഞ്ഞത് എന്ന് കൃത്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട അതായത് അമാദ് ആണവ ആയുധ പദ്ധതിയുടെ തലേഖാൻ 2 കേന്ദ്രം ഇസ്രായേലി സൈന്യം തകർത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊക്കെ തന്നെ അറിയാം. ഈ ഇറാന് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് പകരമായിട്ട് ഇസ്രായേല് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിലായിരുന്നു അമാദ് ആണവ ആയുധ പദ്ധതിയുടെ തലേഖാൻ 2 കേന്ദ്രം പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങള് ബോംബിട്ട് തകർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ അമേരിക്ക തന്നെ, അതായത് ജോ ബൈഡൻ സർക്കാർ എന്താണ് മുന്നോട്ട് വെച്ചത് അതുപോലെയല്ല ഇനി ട്രംപ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമാക്കുന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇതിനോടകം തന്നെ വളരെ വലിയ മറ്റൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായിരുന്നു. ഹമാസ് സകല ബന്ദികളെയും ഈ വരുന്ന, അതായത് ജനുവരി 20 മുമ്പായിട്ട് ഞാൻ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പേ തന്നെ എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനുവരി 20 മുമ്പായിട്ട് ഈ ഹമാസ് കൃത്യമായിട്ട് സകല ബന്ദികളെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന സകല ആളുകൾക്കും വരാൻ പോകുന്നത് നരകതുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതിന്റെ തൊട്ടു പിന്നാലെയാണിപ്പോ ട്രംപുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആണവ ആയുധ പദ്ധതി തന്നെയാണ് പൂർണ്ണമായിട്ട്
തകർക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഒരു പ്രഖ്യാപനം ഇറാൻ ജനതയോട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇറാന്റെ മതഭ്രാന്തന്മാരായ ഭരണകൂടത്തിന് ഒരേ ഒരു ആളെ പേടിയുള്ളൂ, അത് ഇറാനിലെ ജനതയാണ് എന്ന് നിരന്തരം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇതുപോലെ പ്രഖ്യാപിക്കുമ്പോൾ ഇറാനിലെ മതഭരണകൂടത്തിന്റെ അതുമായി ബന്ധപ്പെട്ട അധികാരികള് വളരെ വലിയ ഭയത്തിലാ. അവരൊക്കെ തന്നെ കരുതുന്നത് ഇറാനിലെ ജനങ്ങളെ പ്രക്ഷോഭത്തിന് ഇസ്രായേൽ ഇറക്കിയിട്ട് മതഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്നും അതേപോലെ തന്നെ ഇറാന്റെ മതഭരണകൂടം വളരെ ദുർബലമായിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യം വന്നാൽ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുമെന്നുള്ളത് ഇറാനിലെ മതഭ്രാന്തന്മാരായിട്ടുള്ള ഖൊമൈനി ഭരണകൂടം വളരെ വലിയ ഭയത്തിൽ തന്നെയാ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഇറാന്റെ ഹമാസ് തകർന്നിരിക്കുന്നു. ഹിസ്ബുള്ള വലിയ രീതിയിൽ പൂർണ്ണമായിട്ട് തന്നെ തകർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. അതേപോലെ തന്നെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സഖ്യരാജ്യമായിട്ടുള്ള സിറിയ പൂർണ്ണമായിട്ട് ബഷാർ അൽ അസദിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നു. അങ്ങനെ ഇറാനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കൈവിട്ടു പോയിരിക്കുന്നു. ഇനി ഈ ഇറാന് ആണവ ആയുധ പദ്ധതി പൂർണ്ണ രീതിയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പോലും വളരെ വ്യക്തമാക്കി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപും അതായത് അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാന്റെ ആണവ ആയുധ പദ്ധതിയെ പൂർണ്ണമായിട്ട് തകർക്കാനൊരുങ്ങുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തുടരെയുള്ള ഇറാനിയൻ ജനതക്ക് സന്ദേശം കൊടുക്കുന്നതില് ഇറാനിലെ മതഭ്രാന്തന്മാരായ ഭരണകൂടം വളരെ വലിയ ഭയത്തിലാണ് എന്ന് കൃത്യമായിട്ട് വാർത്തകൾ വന്നിരിക്കുന്നു. ഇറാന്റെ ആണവ ആയുധ പദ്ധതി പൂർണ്ണമായിട്ട് തകർക്കുന്നതോട് കൂടിയിട്ട് ഇറാന് ഒരു തരത്തിലും ലോകത്തിന് വലിയ ഭീഷണി ഉയർത്താൻ സാധിക്കില്ല എന്നും ഈ ആണവ ആയുധ പദ്ധതി തകർക്കുന്നതിന് കൃത്യമായിട്ട് അമേരിക്കയും ഇസ്രായേലും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അല്ല, നമ്മുടെ കേരളത്തിലെ ഇറാൻ പ്രേമികളൊക്കെ എന്തു പറയുന്നു? ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റെടുക്കാൻ പോകുന്നു. ആദ്യ പടി എന്ന് പറയുന്നത് ഇറാന്റെ ആണവ ആയുധ പദ്ധതി തന്നെ തകർക്കുക എന്നുള്ളതാണ്. അത് തകർക്കുന്നതോടുകൂടിയിട്ട് വളരെ ലളിതമാക്കി തന്നെ അവിടെയുള്ള മതഭരണകൂടത്തെ അട്ടിമറിക്കുക തന്നെ ചെയ്യും. ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തക്ക് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്.